ഓക്കെ. ഇപ്പം ചേച്ചി ഇപ്പം സ്കൂളുകളിലൊക്കെ ഇങ്ങനെ കരിയർ കൗൺസിലറായിട്ട് പോവാറുണ്ടല്ലോ. അപ്പം അവിടെ പൊതുവിൽ കുട്ടികളുടെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? കാരണം ഇപ്പം എല്ലാരും വിദേശത്തേക്കൊക്കെ പോവുകയും അങ്ങനെ ഒരു ട്രെൻഡ് നിക്കുവാണല്ലോ നമ്മുടെ അതെ. പ്രത്യേകിച്ച് കേരളത്തില്. കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നോക്കുവാണേലും ഒരു മൈഗ്രേഷന്റെ ഒരു ട്രെൻഡാണ് ഇപ്പൊ അതെ, അതെ. കണ്ടുവരുന്നത്. ഇപ്പൊ ഈ പറയുന്ന 7th, 8th, 9th ഉള്ള കുട്ടികളിലും ഈ ട്രെൻഡ് തന്നെയാണോ? അതെ, അതെ തീർച്ചയായിട്ടും. 9th പഠിക്കുന്ന എന്റെ മകൻ അങ്ങനെ പുറത്തേക്ക് പോണം എന്നുള്ള ഒരു ആഗ്രഹത്തില് നിക്കുവാണ്. തന്നെയാണ് നിക്കുന്നത്. കാരണം ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഓക്കെ. പൊതുവെ കുട്ടികളുടെ ആ ഒരു ധാരണ അതാണ്. അത് ശരി ആഹ് എത്രത്തോളം ശരിയാണത്? അത് നമ്മള് ഈ ഒരു പഴയ ഒരു രീതിയിൽ നിന്ന് ഇതുവരെ നമ്മൾ മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഉം. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പോകുന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഇപ്പഴും പോകുന്നു. ഇപ്പൊ ഓക്കെ. തരുൺ ആദ്യം പറഞ്ഞില്ലേ, അംബിഷൻ ചോദിക്കുമ്പം ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നുള്ളൂ എന്നുള്ളത്. ഉം, ഉം, അത് ഉം. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഇപ്പഴും പറയുന്നുള്ളൂ. ഇപ്പൊ ഓക്കെ. പേരൻസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു ചോയ്സ് എന്ന് പറയുന്നതിനകത്ത് ഉം. ഇത്രമാത്രം കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ ഉണ്ടായിട്ട് പോലും ഓരോ ദിവസവും പുതിയ 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 കോഴ്സുകൾ കോഴ്സുകൾ. വരുന്നുണ്ട്. അതെ. എന്നിട്ട് പോലും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ. മെഡിക്കൽ എന്നുള്ള സാധനത്തിന് ഉം. ഒരു 90% ആൾക്കാരും ആ ഒരു സാധനത്തിനെ ബേസ് ചെയ്ത് മാത്രമാണ് നിൽക്കുന്നത്. ഉം. അതായത് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ള ഒരു കരിയർ ഉണ്ട് ഉം. എന്നുള്ളൊരു സാധനമാണ്. ഉം. കുട്ടിയുടെ സ്കിൽ അനുസരിച്ച് ഏത് ഫീൽഡിൽ പോയാലും ഉറപ്പായിട്ടുള്ള ഒരു കരിയർ ഉണ്ട്.